തിരുവനന്തപുരം ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ആരോഗ്യവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമ്പോഴും ഡെങ്കിപ്പനി അടക്കം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വിളപ്പിൽ, തൃക്കണ്ണാപുരം, ചിറയിൻകീഴ്, കല്ലിയൂർ, മണമ്പൂർ, ചാക്ക, പുത്തൻതോപ്പ്, നെയ്യാറ്റിൻകര, പൊഴിയൂർ, വേളി, ചെങ്കൽ, നാവായിക്കുളം, മുട്ടട, ചെട്ടിവിളാകം, വർക്കല, മടവൂർ, ഭീമാപ്പള്ളി, പാങ്ങപ്പാറ, വട്ടിയൂർക്കാവ്, മംഗലപുരം, പുല്ലമ്പാറ, വെൺപകൽ, അമ്പൂരി, കുളത്തൂർ എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. തോളിക്കോട്, കിളിമാനൂർ, വർക്കല, മുദ്രാക്കൽ എന്നിവിടങ്ങളിൽ എലിപ്പനി ബാധിതർ ചികിത്സയിലുള്ള സാഹചര്യത്തിൽ ഈ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് നിർദ്ദേശം നൽകി. ചിക്കുൻഗുനിയയും ഡെങ്കിപ്പനിയും പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. കെട്ടിക്കിടക്കുന്ന തെളിഞ്ഞ വെള്ളത്തിലാണ് ഇവ മുട്ടയിട്ട് പെരുകുന്നത്. വീടും പരിസരവും സ്ഥാപനങ്ങളും ആഴ്ചയിലൊരിക്കൽ പരിശോധിച്ച് കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കടുത്ത പനി, കഠിനമായ സന്ധിവേദന, തലവേദന, ശരീരത്തിൽ തിണർപ്പുകൾ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.